ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചോദ്യ പേപ്പറാണ് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ മുഴുവൻ ആൻസേഴ്സുമാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നൽകിയിരിക്കുന്ന പ്രദർശന നഗരിയുടെ രൂപരേഖ നിരീക്ഷിക്കുക. നോക്കിക്കേ, നമുക്കിവിടെ ഒരു മാജിക് ഷോയുടെ രൂപരേഖയാണ് തന്നിട്ടുള്ളത്. അതിൽ വടക്ക് വശത്തായി ഭക്ഷണശാലയുണ്ട്, തെക്ക് വശത്തായി പ്രവേശന കവാടമുണ്ട്, കിഴക്ക് വശത്തായി ആകാശ ഊഞ്ഞാലും സമ്മേളനവേദിയും ഉണ്ട്, പടിഞ്ഞാറ് വശത്തായിട്ട് സർക്കസ് കൂടാരവും അതുപോലെ ഫാൻസി കടകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ള നമ്മുടെ ഈ വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ, അതായത് ദിശ നൽകുന്ന ദിശാസൂചിക നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ചോദ്യം എ. മാജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല? നോക്കിക്കുക, മാജിക് ഷോ ഇവിടെയാണ്, അതിൻ്റെ വടക്ക് ഭാഗത്തായാണ് ഭക്ഷണശാല വരുന്നത്. ചോദ്യം ബി. ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? ആകാശ ഊഞ്ഞാലിൽ നിന്നും തെക്ക് വശത്തേക്ക് സഞ്ചരിച്ചാലാണ് സമ്മേളന വേദിയിലെത്തുക. ചോദ്യം സി. ഭക്ഷണശാലയുടെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം? നോക്കിക്കുക, ഭക്ഷണശാല ഇവിടെയാണ്, അതിൻ്റെ തെക്ക് വശത്തായാണ് പ്രവേശന കവാടം വരുന്നത്. ചോദ്യം ഡി. ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കസ് കൂടാരത്തിലെത്താം? പടിഞ്ഞാറ് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്. ചോദ്യം ഇ. ഫാൻസി കടകൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? ഫാൻസി കടകൾക്ക് നേരെയാണ്, അതായത് കിഴക്ക് വശത്തോട്ട് സഞ്ചരിച്ചാലാണ് സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുക. പ്രവർത്തനം 2. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് തന്നിരിക്കുന്നത്. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം അംഗീകരിച്ച് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ അവസാനിച്ചു. രണ്ടാമത്തെ വാർത്ത, ബില്ലുകൾ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. അപ്പോൾ ആദ്യത്തേത് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയെ കുറിച്ചുള്ളൊരു വാർത്തയാണ്, രണ്ടാമത്തേത് നിയമസഭയെക്കുറിച്ചുള്ളൊരു വാർത്തയാണല്ലേ. ചോദ്യം എ. ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഏതെന്ന് കണ്ടെത്തി എഴുതുക. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം ലഭിക്കുന്ന ജനാധിപത്യ മാർഗമാണത് പ്രത്യക്ഷ ജനാധിപത്യം. അപ്പോൾ അത് ലഭിക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭകളിൽ അല്ലെങ്കിൽ വാർഡ് സഭകളിലാണ് കേട്ടോ. മറ്റത് നിയമസഭ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്. ചോദ്യം ബി. ജനുവരി 25 സമ്മതിദാന ദിനമാണല്ലോ. ഇതിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മിട്ടു തയ്യാറാക്കിയ ആശയമാണ് താഴെ തന്നിരിക്കുന്നത്. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരമെന്ന്. അപ്പോൾ നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യത്തിൻ്റെ മറ്റ് സവിശേഷതകളാണ്. നമ്മൾ ഓൾറെഡി 5-6 സവിശേഷതകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്ന നിയമവാഴ്ചയാണ്. സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങളുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ഇത്രയും പ്രത്യേകതകളാണ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രവർത്തനം 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത സ്വതന്ത്ര സമരത്തെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ചോദ്യം എ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. തൊപ്പി അണിയലും ഖാദി വസ്ത്രം ധരിക്കലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ചോദ്യം ബി. തിരുവിതാംകൂറിൽ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പ്രവർത്തനം 4. നമുക്ക് ഇവിടെ കുറച്ച് ഭൂഖണ്ഡങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ചോദ്യം നോക്കിക്കേ. ചോദ്യം എ. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളുടെ രൂപമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചുമർ പത്രിക തയ്യാറാക്കുകയാണ് മിയ.
ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാൻ മിയയെ സഹായിക്കാമോ? അപ്പോൾ ആദ്യത്തെ ഭൂഖണ്ഡത്തിൻ്റെ പേര് നമുക്കവിടെ തന്നിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ചിത്രമാണ് കേട്ടോ അവിടെയുള്ളത്. രണ്ടാമത്തേത് വടക്കേ അമേരിക്കയാണ്. മൂന്നാമത്തേത് ഓസ്ട്രേലിയയാണ്. 4 യൂറോപ്പ്, 5 ആഫ്രിക്ക, 6 തെക്കേ അമേരിക്ക, 7ാമത്തേത് അന്റാർട്ടിക്ക. പ്രവർത്തനം 5. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗതാഗത സംവിധാനങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കിക്കേ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഗതാഗത സംവിധാനം, മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗതം, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗം. ഇനി ചോദ്യം എന്താണ്? നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ജലഗതാഗതവുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതുക. ഇതിൽ നിന്നും ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ മാത്രം എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഗതാഗത മാർഗമാണ്, മലിനീകരണം കുറവുള്ള ഗതാഗത മാർഗമാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് അനുയോജ്യമായ ഗതാഗത മാർഗമാണ്, മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗമാണ്. ചോദ്യം ബി. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? ആലപ്പുഴ, കൊച്ചി, കൊല്ലം, കോഴിക്കോട്. ഏതാണ് മക്കളെ? ആലപ്പുഴയാണ് കേട്ടോ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം. പ്രവർത്തനം 6. ഇന്ത്യയെ അറിയാൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടിനു തയ്യാറാക്കിയ ആശയപടമാണ് തന്നിരിക്കുന്നത്. ചോദ്യം എ. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ അയൽ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇനി ഏതൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ട് മക്കളെ? നോക്കിക്കേ. കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. രണ്ടാമത്തേത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം മുംബൈ ആണ്. 3. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 4. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 5ാമത്തേത് പിന്നെ നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെ ചോദ്യം ബി. സംസ്ഥാനത്തെ തിരിച്ചറിയുക. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം കൊൽക്കത്തയാണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതാ സംസ്ഥാനം? പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇനി പ്രവർത്തനം 7 നോക്കാം. അതായത് അവസാനത്തെ പ്രവർത്തനം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. അവിടെ നമുക്ക് ഇൻലാൻഡിൻ്റെയും ടെലഫോണിൻ്റെയും ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ എന്നിവയുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ചോദ്യം എ. വ്യക്തിഗത ആശയവിനിമയ രീതികളും ബഹുജന ആശയവിനിമയ രീതികളും തമ്മിൽ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പ് തയ്യാറാക്കുക. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്ന വിനിമയ രീതിയാണ് വ്യക്തിഗത ആശയവിനിമയം. അതിനുദാഹരണം ടെലിഫോണ്, ടെലിഗ്രാഫ്, ഇൻലാൻഡ്, ഫാക്സ്, മൊബൈൽ ഫോൺ എന്നിവയാണ്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്ന ആശയവിനിമയ രീതിയാണ് ബഹുജന ആശയവിനിമയം. അതിനുദാഹരണം റേഡിയോ, TV, പത്രം, സെമിനാർ, പൊതുയോഗം തുടങ്ങിയവയാണ്. ഇതിലെ ചോദ്യം ബി. തന്നിരിക്കുന്ന ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതുക. ചിത്രം ബി ആണ് ഇന്ത്യൻ തപാലുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അധികമായിട്ടൊന്നും എഴുതാനായിട്ട് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലതുപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്